നിശ്ചയമാണ്. എല്ലാവരും വീഡിയോയിൽ ചോദിക്കലുണ്ട് സതീഷിന്റെ അച്ഛന്റെ ആൾക്കാരെ എന്തേ അധികം കണ്ടിട്ടില്ല. ഞാൻ ഓപ്പന്റെ ഭാര്യ അല്ലാതായി. അപ്പൊ ഇനി വേറെ ആൾ കാണിച്ചു തരാം, കല്യാണ ചെക്കനെ കാണിച്ചു തരാം. അങ്ങനെയല്ല, സന്ദേശ് തേങ്ങ ഇരണ്ടെന്ന് ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേന്ന് സന്ദേശിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാന്ന് സന്ദക്ക് അമ്മ എന്താ നികി എന്താണിത്? 5:45 സമയം. അല്ല 5:45 അവിടെ വെക്കട്ടെ. ഡ്രസ്സൊക്കെ എന്താണ് ഈ കാണുന്നത്? മാറ്റി പിടിച്ച് അല്ല അമ്മമാരൊക്കെ ഇപ്പൊ മറ്റേ ഫുൾ മോഡേൺ ആയി. കുട്ടികളൊക്കെ ഇങ്ങനെ ഇവിടെ തലങ്ങും വിലങ്ങിരിക്കുന്നു. അമ്മമാരൊക്കെ ഫുൾ മോഡേൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വേറൊരു അമ്മ കണ്ട നമ്മുടെ സാരി മാറ്റി ചുരിദാറാക്കി. അമ്മ ചുരിദാറാക്കിയപ്പോ ഇവര് ഷർട്ടും ജീൻസും ആക്കി. നിങ്ങളുടെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണ് ഉള്ളു പറഞ്ഞേ ഇത് എടുത്തോന്നു അല്ലെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. എന്റെ സെലക്ഷൻ ആണ്. അപ്പൊ നിങ്ങളോട് പറയാം എങ്ങനെയുണ്ട്. ആ പാന്റ് പഴയത്. പഴയതല്ല, അങ്ങനല്ല. പാന്റ് പുതിയതല്ല, ഷർട്ട് പുതിയത്. അതെ അല്ല ഷർട്ട് നീ എന്ത് പറഞ്ഞു ഒപ്പിച്ച ഷർട്ടാണ് ഞാൻ പറഞ്ഞെടുത്തത്. പാന്റ് പഴയതുള്ളത്. ആ അപ്പൊ എന്തായാലും നിന്റെ സെലക്ഷൻ മോശമാവൂലല്ലോ. ഇല്ല അതാണ് അമ്മ പറഞ്ഞേ. ഓ എന്താ അച്ഛന്റെ ഇവിടെ നമ്മള് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ അച്ഛൻ. അത് മോൻ സൂപ്പർ. നമ്മ എപ്പോഴും അല്ലെ നമുക്ക് എന്ത്. അതെ അച്ഛൻ്റെ ഇവിടെ പച്ചയാക്കിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ദുഗുസിന്റെ ഡ്രസ്സും അച്ഛക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ. ദുഗു കണ്ടിരിക്കുന്നേ നല്ല രസമുണ്ട്, നല്ല കളറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും പൊളിച്ചത്. അല്ല കാര്യം പറഞ്ഞില്ല. കാര്യം പറ. ഇതാ സജുമോന്റെ ഡ്രസ് എപ്പോഴും ഉള്ളത് ഗൈസ്. ബർമൂഡ പുതിയ അല്ല ട്രാക്ക് സ്യൂട്ട് പുതിയ ട്രാക്ക് സ്യൂട്ട്. സംഭവം എന്താ വെച്ചാല് ഇപ്പൊ 5:45 ഒരു അമ്മേ ഒരു പ്രശ്നം നടക്കുന്നില്ല അല്ലെ. പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് വെച്ചാല് അങ്ങനെ ഒരു എപ്പോഴും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത സ്ഥലത്തേക്ക് ഒരു യാത്ര. അങ്ങനെ വ്യത്യസ്ത സ്ഥലത്തേക്ക്. അതെ അങ്ങനെ വ്യത്യസ്ത സ്ഥലത്തേക്ക് ഒരു കാര്യത്തിന് പോകുന്നത് വേറെ ഒന്നുമല്ല. അത് പറയാ ഒരു മുൻകൂട്ടി കുറെ വലിച്ചിടുന്നില്ല. നിശ്ചയമുണ്ട്. ഒരു നിശ്ചയത്തിന് പോകുന്നതാണ്. അപ്പൊ നിശ്ചയത്തിന്റെ ചെക്കൻ ആരാണ് പെണ്ണാരാണ് അതാണല്ലോ നമ്മുടെ ഇൻട്രസ്റ്റ്. നമ്മളൊരു കല്യാണം നിശ്ചയം എന്നെല്ലാം പറയുമ്പോ ചെക്കനും പെണ്ണും ഉണ്ടാവും. അതിനെ കാണുക എന്നുള്ളത് ഭയങ്കര രസമായിരിക്കും. അപ്പൊ ചെക്കനെയും പെണ്ണിനെയും നമ്മള് അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. അപ്പൊ ഇപ്പോ നമ്മളോടൊപ്പം വരേണ്ട ഒരു ടീമുണ്ട്. ആരായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. സന്ദീപ് സബിളി. നീ എന്നെ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ എന്താ? അവള് ക്യാമറ പിടിച്ചു. നന്ദൂട്ടൻ. അപ്പൊ അവര് രണ്ടാളുള്ളപ്പോ നന്ദൂട്ടനുണ്ടല്ലോ. ഞാൻ പോയിക്കോളാം. നീ എന്നാ ചെരുപ്പ് എവിടെ പോയത്? നീ അടച്ചിറങ്ങി വന്നതാണ്. രണ്ടാമത് ഓടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ പറയാം. സൺഡേ സബിളിനും വരണം. ഈ ടീം 2 ദിവസമായിട്ട് അവര് തമ്മിൽ ചെറിയ കുഴപ്പത്തിലാണ്. കുഴപ്പത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൗന്ദര്യപ്പിണക്കം. അപ്പൊ എന്തോ ചെറിയ കാരണങ്ങൾ വളരെ ചെറുതാണല്ലോ. എനിക്കും സന്റക്കെല്ലാം പിണങ്ങാനായിട്ട് വളരെ ചെറിയ കാരണങ്ങൾ നീക്കും. നിക്ക് അങ്ങനെ തന്നെ. അപ്പൊ അതെ. അപ്പൊ എന്തായാലും ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് പിണക്കെല്ലാം മാറ്റും. എന്തേ? അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവരിപ്പോ അത് തന്നെ സൺഡേ എന്തോ എവിടെയോ പോവാൻ നേരത്ത് ആ സ്കൂട്ടി എന്തോ ഇറക്കി തരാൻ സബേലിനോട് പറഞ്ഞ്. അങ്ങനെ സബേലെന്തോ നിനക്ക് ഇറക്കി കൂടെ എന്നെല്ലാം പറഞ്ഞ് അതും പറഞ്ഞ് തെറ്റി. സ്റ്റാർട്ടായില്ല. ഈഗോ അടിച്ച് അങ്ങനെ എല്ലായിട്ട് 2 ദിവസം ഉടക്കാണ്. അപ്പൊ ഈ ടീമിനെ ഞങ്ങൾ സത്യം പറഞ്ഞ 2 ദിവസമായി വിളിയോട് വിളിയാണ്. മറ്റന്നാ വരുന്നുണ്ടാ നിങ്ങള്? നാളെ വരുന്നുണ്ടാ നിങ്ങള്? അവസാനം ഇന്നലെ രാത്രി 10 മണിക്ക്, അതായത് ഇപ്പൊ വെളുപ്പിന് 6 മണിയാവാൻ പോകുന്നു. ഇന്നലെ രാത്രി 10 മണിയായപ്പോലെ നികി വിളിച്ച് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനം, വെളുപ്പിന് വരുന്നുണ്ടാന്ന് ചോദിച്ചിട്ട്. അപ്പോഴും അവര് ഓക്കെ ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. സബിയപ്പനോട് ചോദിക്കി, സബിയലയും പറയാം അവളോട് ചോദിക്കി. ഇവരിങ്ങനെ എന്നിട്ട് അവസാനം എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, ഞങ്ങൾ 6 മണിക്ക് ഇവിടുന്ന് വണ്ടി വിടുന്നു പറഞ്ഞു. കൃത്യം 6 മണിക്ക് ഇവിടുന്ന് ഞങ്ങൾ വിടും വണ്ടി. എന്തായാലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അവര് വന്നാലും ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ടി വരും. അപ്പൊ എന്തായാലും 6 മണി വരെ ഞങ്ങൾ നോക്കും ഗൈസ്. ഇനി ഞങ്ങൾ വിളിക്കൂല, കാരണം വിളിക്കുന്ന ആൾക്കാർക്കൂല്ലേ ഒരു നാണക്കേട്. എത്രയെന്നൊക്കെ പറഞ്ഞാലും
വിളിച്ചതിന് കണക്കില്ല. ഇവളുടെ ഫോണിൽ നിന്നും എന്റെ ഫോണിൽ നിന്നും അമ്മയും അച്ഛനായിട്ടും എല്ലാരും വിളിയാണ്. വിളിച്ചില്ല? അമ്മയെല്ലാം വിളിച്ചില്ലേ? 10:30 തീരുമാനമായിട്ടില്ല. അപ്പൊ ഇനിയും ഇപ്പൊ തീരുമാനമായിട്ടില്ലെങ്കിൽ നമ്മ 6 മണിക്ക് വണ്ടി വിടും. എന്നോട് ഇന്നലെ പറഞ്ഞു നിങ്ങൾ പോകും, നാളെ വരില്ല ഹബി പറഞ്ഞു. അതന്നെ പറഞ്ഞത്. വിളിക്കുമ്പോ അങ്ങനെ എന്നോട് പറയാ, സന്തനോട് ചോദിക്കി, സബിയോപ്പനോട് ചോദിക്കി. നമ്മളിത് എല്ലാരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വിളിക്കൂല ഗൈസ്, നമുക്കില്ല ഒരു നാണക്കേട്. അപ്പൊ എത്ര ആയാലും 6 മണി വരെ നമ്മൾ നോക്കും. 5:50 ചോദിക്കരുത്. പട്ടി വിളിക്കുന്ന പോലെ പറയുന്നത്. പട്ടി വിളിക്കുന്ന പോലെ വിളിച്ചു ഞങ്ങൾ, പട്ടി വിളിക്കുന്ന പോലെ. എന്നിട്ട് വന്നില്ല. അവസാനം മനുഷ്യന്മാര് വിളിക്കുന്നതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കേണ അപേക്ഷിച്ച്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങള് സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലത്തിനിടക്ക് നമ്മള് കൃത്യസമയത്തിന് ഇറങ്ങാന്ന് പറഞ്ഞത് ഇന്ന് മാത്രമേ ഉള്ളൂ. അത് അമ്മ നിഖിനെ പറഞ്ഞാണ്. കണ്ട അമ്മയെല്ലാം കൃത്യസമയത്ത് ഇറങ്ങലുണ്ട്. നീ നേരത്തെ ഇറങ്ങിക്കാണിട്ടാണ് ഇന്ന് പെട്ടി ചെറുതാണല്ലോ എനിക്ക്. ഇതെല്ലാം കൂടി കൊള്ളിച്ചിനി ആടന്ന് അവിടെ പോവാ ഇവിടെ പോവാന്നൊന്നും പറയണ്ട. ഒറ്റ ദിവസം അപ്പൊ അവിടെ ഞാൻ ടൂർ പോവാന്ന് പറഞ്ഞത് നീ എടുത്തില്ല? മലേഷ്യയിലേക്ക്. വാ എന്നാ പിന്നെ കാര്യം ചെയ്യാം, വണ്ടി കയറ്റ സംഭവങ്ങള് നമുക്ക് എന്തായാലും വണ്ടി വിടണം. കാരണം ഉച്ചയാകുമ്പോക്കും അവിടെ എത്തേണ്ടതാണ് നമുക്ക്. അതാണ് മസ്റ്റ്. എന്താണ് മുത്ത ഇത് കാണ്ടാച്ച? എന്റെ മോളെ മാലയൊക്കെ കണ്ട, മാല വേണം, നീ മാല തന്നെ വേണം എന്ന് പറഞ്ഞ എന്റെ മോൻ ഫ്രീക്ക് മാല കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാ കണ്ട അതിന്റെ അടുത്ത് ഫ്രീക്ക് മാല അല്ലേ? ഈ മാല ഇട്ടാണ് അന്നൊരു പെണ്ണിനെ നോക്കാൻ വേണ്ടി പോയതല്ലേ? എല്ലാം പോക്കാൻ പോയത് ഇവിടെ ഓടിയിട്ട്. വീഡിയോയിലച്ച പറഞ്ഞത്. ആര്? എന്നൊക്കെ വിളിക്കട്ടെ. ഹലോ, വരുന്നുണ്ടാ? ഓ അതെയാ. എന്നാ എഴുന്നള്ളു. ഗൈസ് ഫൈനലി ആ കോള് വന്ന്. എപ്പോഴാണ് നോക്കിയത് നിങ്ങ? ഇത് കണ്ട വരുന്ന ഞങ്ങൾക്കറിയാം. ഇവരില്ലേ ആന്ന്. എന്നിട്ട് പറയാ, എല്ലാരും പറയും സന്തന കൂട്ടിയില്ലെന്ന് പറയും പാവത്തിന്. ഇതണ്ട 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോ വിളിച്ചിട്ട് പറയണ പൂട്ടി ഇറങ്ങിക്കോട്ടാണ്. പൂട്ടി ഇറങ്ങിക്കോന്ന്. അപ്പൊ എന്തായാലും വരുന്നുണ്ടെന്ന് ഉറപ്പായി ഗൈസ്. അപ്പൊ ഇനി ടീം എത്തട്ടെ, നമുക്ക് അപ്പൊ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്യാം. ഇത് ഇവള് സന്തക്ക് വേണ്ടി എടുത്തത് അല്ലേ? ഇന്നലെ പോയിട്ട് എടുത്തിയാന്ന് ഇവിടുന്ന്, കണ്ണൂരിന്ന് ഇവിടുന്നു. അപ്പൊ ഈ ഷർട്ട് കണ്ടപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു നീ അത് എടുത്തോന്ന് പറഞ്ഞ്. ഇതും പക്ഷെ എനിക്ക് ഇവളിത് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ. അപ്പൊ ഇത് സന്തക്കും. സന്തനെ ഇടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇടിച്ചാൽ ശരിയാവൂല, നമുക്ക് അവിടെ നിന്ന് ഇടിക്കാം. ഇവിടെ നിന്ന് ഇടിച്ച് സമയം പോവും മക്കളെ. വാ എന്നാ പിന്നെ വാ, കമോൺ ഗെറ്റ് റെഡി. എവിടെ പെട്ടി? ബാഗ് എവിടെ? എടുക്കുന്ന പിന്നെ എന്താണ്? അപ്പൊ വാ മോന്റെ ബാഗ് അല്ലേ? ഓക്കെ റെഡി. വാ ലൈറ്റ് എടുത്ത് ബാ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിനെ ഇന്നലെ സർവീസിന് കൊണ്ടുപോയിട്ടുണ്ടായി. ഞാൻ നിക്കിയും കൂടി ഷോറൂമിൽ, മറ്റേ ഇതാട്ടോ എൻ്റെ കിലോമീറ്റർ സർവീസ്, ഷോറൂം സർവീസിൽ കൊണ്ടുപോയി നല്ല സർവീസൊക്കെ ചെയ്ത് നല്ല കഴുകി കുട്ടപ്പനായിട്ട് ഇട്ടേക്കാണ് അല്ലേ? ഇവിടുന്ന് പോകുമ്പോൾ അതെന്തൊരു അല്ല, ഇവിടുന്ന് പോകുമ്പോൾ എന്താ ഭംഗി കാണാനായിട്ട്, നല്ല കളറൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും ആള് മറ്റെന്താ പറയാ കരിവരണ്ട ജീവിതമാവും. പിന്നെ കാണാൻ കൊള്ളൂലുണ്ടാവും. നമ്മുടെ വണ്ടി അതെ. അടച്ചോന്നാ പിന്നെ വാ, ഒരു അടച്ചിറങ്ങിക്കോന്നല്ലേ പറഞ്ഞ അവര്. നമുക്ക് ഇവിടുന്ന് നമുക്ക് അടക്കാൻ പറ്റില്ലമ്മേ. ഇവക്ക് മറ്റേ ലാസ്റ്റ് അവസാന സമയത്തുള്ള ടോയ്ലറ്റിൽ പോക്കുണ്ട്. ലാസ്റ്റ് ഇനിയിപ്പോ നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവള് ബാത്റൂമിൽ പോകും. അവസാനം അത് പോയില്ലെങ്കിൽ ഇവക്ക് മനസ്സമാനം കിട്ടൂല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഗൈസ്? ചെല്ലി പോയിട്ട് വാ. അമ്മ അങ്ങനെ ഒഴിക്കൂലല്ലോ. മോനെ അറിഞ്ഞൂടെ? മോനിപ്പോ 7 വയസ്സാവാനായില്ലേ? 7 വർഷമായില്ലേ മോനെ അമ്മനെ കാണുന്നു. എന്നിട്ട് മോന് മനസ്സിലായില്ലേ? നമുക്ക് എടുത്ത് വെക്കാം. ഇത് ഇന്നലെ ഇവര് മറ്റേ വണ്ടിയിൽ നിന്ന് മാറ്റിയ സ്പെയറൊക്കെ കേട്ടോ, പഴയ സ്പെയർ. പുതിയതിട്ട് അതിന്റെ ബോക്സും വൈപ്പർ ബ്ലേഡൊക്കെ മാറ്റിന്. ഇതൊക്കെ അതെല്ലാം മാറ്റിയ സാധനങ്ങളാണ്. ഡിക്കിയിലുണ്ടായിരുന്നതാ. ഇത് അവരും കൂടി വന്നാലേ എല്ലാം എടുത്ത് വെക്കാൻ പറ്റൂടി. അവരുടെ ലഗേജും കൂടി എല്ലാം സെറ്റാക്കിയാലേ ഇറക്കാൻ പറ്റുള്ളൂ. മോൻ വരുന്നുണ്ടോ നോക്ക്. ചെല്ലി. അമ്മേ ഓറഞ്ചാ? ഇതാണോ കവറിലുള്ളതല്ലേ? ഓക്കെ. പിന്നെ മറ്റില്ലേ ഒരു സാധനം ഉണ്ടായ ഫാഷൻ ഫുഡ് വീഡിയോ ഷോർട്സ് എടുക്കാൻ പറ്റിയ എടുത്തിട്ടുണ്ടോ? എടുത്തോ. എന്നാ വാ ഇറങ്ങ്. വാ ദുഗു ആ കുപ്പിയും വെള്ളമൊക്കെ എടുത്ത് ഡോറിന്റെ സൈഡിൽ വെച്ച മോളെ ചെല്ല്. എല്ലാം എടുത്ത് വെക്ക്.
എന്ത് സമയം ഒരു കൃത്യം 6 മണിയായല്ലോ. 6 മണിക്ക് വണ്ടി വിടണമെന്ന് ഞാൻ പറഞ്ഞാണ്. കൃത്യം 6 മണി. ഇപ്പോൾ അലാറിന് അടിക്കുന്നുണ്ട്. 6 മണിൻ്റെ അലാറിന് അടിച്ച് കേട്ടോ. അടച്ചാ എല്ലാം എടുത്തിട്ട് കിടക്ക്. എത്ര പ്രാവശ്യം അടച്ചു കഴിഞ്ഞാലും പിന്നെയും പോവും ഡോറ് തുറന്നിട്ട്. അയ്യോ ഇത് വല്ലാത്ത കോലാന്നല്ലേ ചെരുപ്പ്. വെള്ളാവൂല ഇപ്പൊ. ചെല്ലി നോക്കിയിട്ട് കഴുകും. യാത്ര പോകാൻ ഇറങ്ങിയ ഞങ്ങൾ റോട്ടിലായി ഗൈസ്. എല്ലാവരും ഇതേ റോട്ടിലുണ്ട്. സമയം വെളുത്ത് നേരം പലപലാന്ന് പലന്ന്. മറ്റേ സുരാജ് പറയാനല്ലേ മറ്റേ പടത്തില് ഹാപ്പി ഹസ്ബൻഡ് അതിലാണത്. നേരം പലപലാന്ന് പലന്ന്. അങ്ങനെയല്ലടാ മറ്റേ വലിയ കഥാകൃത്താണ് സുരാജ്. അത് ഇതിനകത്തല്ല ഹാപ്പി ഹസ്ബൻഡിലല്ലേ അത്. എന്നിട്ട് വലിയ തട്ടുകടയുടെ പിന്നിലെ പ്രണയം എന്നെല്ലാം പറഞ്ഞ് കഥ എഴുതി വെച്ച് നാട്ടുകാർ ഒന്ന് തല്ലുക. എന്നിട്ട് വലിയ കഥ എഴുതി കൊണ്ടുവന്നൊക്കെയാണ്. എന്റെ കഥ എവിടെ ഇട്ട് നിന്റെ കഥ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വായിച്ച നിന്റെ കഥ നേരം പലപലാന്ന് പലന്ന്. അതല്ല ആ ലൈറ്റല്ല അവരുടെ മറ്റേ വൈറ്റ് ലൈറ്റാണ് എന്ന് പറയുന്ന പോലെ. നേരം വെളുത്ത് കഴിച്ചു. ഇവിടെ രാമേട്ടൻ വരെ വന്നത്. രാമേട്ടൻ്റെ വണ്ടിയാണ്. സമയം 6 മണി കഴിഞ്ഞ് 6:10 ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളായതുകൊണ്ട് അല്ലെങ്കിൽ ചവിട്ടി കീറിയിട്ടുണ്ടാവും. അടുത്ത കോള് വരുന്നുണ്ട്. ആരാ വീട്ടത്തെ ഉള്ള വീട്ടിൽ നിന്ന്? ഹലോ അളിയോ വന്നാ? വരട്ടെ. അവര് തന്നെ. മോൻ ചായച്ചാക്കിക്കോളണേ. എന്ത് പണി ഫുൾ പറഞ്ഞോട്ടാ. അച്ചക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മോനത് ഇരട്ടിയായിട്ട് പറഞ്ഞോട്ടാ. എന്ത് പണിയാണ് അളിയാ കാണിച്ചത്. നമ്മൾ പോയില്ല. പറഞ്ഞെടുപ്പിച്ചല്ലേ. എന്തുവാടി സമയം 6 മണിക്ക് 6:15 എന്താളിയാ ഒരു ഇതൊന്നുമില്ലേ? നിങ്ങളെ പ്രശ്നമൊന്നും മാറിയിട്ടില്ല. ഭയങ്കര പിണക്കം തന്നെയല്ലോ. അതന്നെ കൊച്ചു പറയുന്നേട്ടില്ല. ഓഫാക്കി പോയി. വെക്കമല്ല കേട്ടൊക്കെ വെക്കട്ടെ. അതെ എന്തോട്ടാ എന്താണ് നിന്റെ അച്ഛൻ നമുക്ക് എന്താ പറ്റിയേ? എന്ത് വെറുതെ കൊഴപ്പല്ല. അച്ഛൻ അമ്മാവ അങ്ങോട്ട് വരണ എടുത്ത് വെക്കണി. സമയം കുറേ പോയത്തണ്ട അങ്ങോട്ട്. എവിടെ എത്തണത്? ഇവിടെ എത്തണത് 100-300 കിലോമീറ്റർ ഓടാനുണ്ട്. സമയം 6:15 ഇവിടെ. കൊണ്ടുവെക്ക് ബാ. പിടിയല്ല കൊണ്ടുവെക്ക് ബാ. തെളിക്കളിയാ മുഖോലം തെളിക്ക്. മുഖോല ഇങ്ങനെ ദേഷ്യം പിടിക്കല്ല. മുഖോല ഇങ്ങനെ നമുക്കെല്ലാം സംസാരിച്ച് തീർക്കാം നമുക്ക്. അതെ അതെ വേണ. പിന്നെ കേറ്. എന്നാ പോയിട്ട് വണ്ടി എടുക്ക്. നമുക്ക് റീച്ചും കൂടുന്നു. എല്ലാ ദിവസവും കണ്ടന്റ് ചെല്ലി പറഞ്ഞേക്കാണ് വണ്ടി എടുക്കോട്ടെ. ചെല്ലുന്നാ ചെല്ലി പോ. അതാണ് അത് കണ്ട. നമ്മെന്തായാലും അവസാനം പറഞ്ഞു വന്നപ്പോ ആള് അവസാനം പറഞ്ഞു വന്നപ്പോ അളിയൻ പുറത്തായി. എന്തൊക്കെ ആയാലും എത്രയൊക്കെ ആയാലും അവസാനം തിരിച്ചറിയുന്ന പറയുന്നല്ലേ. ബാ കേറ് എല്ലാം കേറ്. ചോട്ടാസൊക്കെ കേറ്. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ വണ്ടി വിടട്ടെ ഗൈസ്. നമുക്ക് ഇനി വഴിയെ അങ്ങോട്ട് കാണാം. പോകുന്നതിനിടയിൽ ഇത് ഇത്രയും സ്നേഹമായിരിക്കുന്ന ഞങ്ങള് ചിലപ്പോ അടിച്ച് പിരിഞ്ഞ് ഞാൻ കരഞ്ഞു. ചിലപ്പോ ഇവളെ എന്റെ തല പിടിച്ച് ഇങ്ങനെ കുത്തി ചോരയൊക്കെ വരും. നോക്കാം നമുക്ക്. കരഞ്ഞു മെഴുകി ചിലപ്പോ വീഡിയോയിൽ ഈ പ്രസൻസ് ഒന്നും കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ ചിലപ്പോ എനിക്ക് ഉണ്ടായി. പോരട്ടെ. ഓക്കെ അപ്പൊ നമ്മൾ വണ്ടി വിടിയാണ് ഗൈസ്. അച്ഛൻ ഗേറ്റ് അടക്കാൻ നിൽക്കുന്നുണ്ട്. അടച്ചോ. ലാസ്റ്റ് കയറിയ ആൾക്കാരല്ലേ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്.
പറഞ്ഞത് പോയടിയാണ് അമ്പാനെ വണ്ടി എടുത്ത് വണ്ടി കയറി കഴിഞ്ഞപ്പോ നമ്മുടെ ബാക്ക് വശത്ത് ആ 2 ട്യൂബില്ലേ വണ്ടി ഇട്ട് കൊടുത്ത് അത് കത്തി കിടക്കണം. എന്റെ അച്ഛനിപ്പോ അത് എടുക്കാൻ പോയിട്ടുണ്ട്. സമയം 6:30 മണിയാവനെ. കെടു തലമണ്ട അടിച്ച് പൊട്ടിക്കണം. അതെ മിണ്ടാണ്ടൊന്നും ഇളക്കണ്ട. ദുർഗന്റെ ഇന്ദ്രൂന്റെ ആറ്റ കയ്യിലല്ലേ എന്റെ ഫോണ് രാവിലെ ഉണ്ടായത്. ഫോണ് അടുത്തത് ചീത്തക്കി ഇടണ്ട. ഞാൻ ബീപ്പാക്കി ഇടേണ്ടി വരും. നേർച്ചയുടെ ഇറങ്ങിയാണ് ഇവിടെ. ഇവളില്ല, ഇവക്ക് എപ്പോഴും ഉള്ളത്. ഇവള് ഫോണ് കയ്യിൽ വെക്കൂല, എന്നിട്ട് ഫോണിന് വേണ്ടി പരതും, എന്നിട്ട് എവിടെല്ലോ നടക്കും. സ്ഥിരം പരിപാടിയാണ്. നിനക്ക് എന്തിന്റെ പറഞ്ഞില്ല അവിടെ ഞാൻ ഇളക്കാൻ വേണ്ടി പോണ കൈസ് എല്ലാത്തിനും. അവിടെ എല്ലാം ശരി വിടളിയാ നോക്കി കഴിഞ്ഞ് വിട്. ഫോണെ കിട്ടി ലേറ്റ് ആയി വന്നതും പറഞ്ഞ അവിടെ ഫോണ് ഫോണല്ല പോണം. അങ്ങനെ എത്തണം വിട്. അല്ലെങ്കിൽ ഇവരാതെല്ലാം എടുത്തോണ്ടാവും. ഇന്നലെ കോമഡി ആയിരുന്നു. ക്യാമറ കട്ടാക്കിക്കോ വേണമെങ്കിൽ മറ്റേ എന്തോ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് എന്തെല്ലോ പറഞ്ഞപ്പോ തറവാട്ടിനെ കുറിച്ച് പറഞ്ഞ് ഇട്ടിയാതി പറമ്പില് നീ ഇട്ടിയാതി പറമ്പിൽ അല്ലെങ്കിൽ അമ്മേനെ ആദ്യം വേറെ ആരോ കല്യാണം കഴിക്കാൻ വന്നു എന്നിട്ട് അപ്പൊ വേറെ ആരോ പെണ്ണാണാൻ വന്ന് അച്ഛന്റെ തറവാട്ടിലുള്ള ആരോ അമ്മാമേന അത് അച്ചാച്ചൻ മുടക്കി. അമ്മേന്റെ അമ്മന അത് അച്ചാച്ചൻ മുടക്കിട്ട് അച്ചാച്ചൻ വിളിച്ചുകൊണ്ടെന്ന്. അപ്പൊ അത് അമ്മാമേനെ ഫസ്റ്റ് കാണാൻ വന്നത് ഇട്ടിയാതി പറമ്പിൽ ആരോ ആണെന്ന്. ആ സംഭവം അമ്മേന്റെ അമ്മയില്ലേ, അമ്മേന്റെ അമ്മ നമ്മുടെ അച്ഛന്റെ തറവാട്ടിലുള്ള ഇട്ടിയാതി പറമ്പ് തറവാട്ടിലുള്ള ആരോ ഒരു കൊച്ചു ദാസപ്പൻ എന്ന് പറഞ്ഞ അങ്ങനെ ആ ഒരു പുള്ളി അമ്മേന്റെ അമ്മനെ കാണാൻ വേണ്ടി പണ്ട് പെണ്ണ് കാണാൻ വേണ്ടി വന്ന്. പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ അച്ചാച്ചനെ അമ്മാമനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ചാച്ചന്റെ മുറപ്പെണ്ണ് തന്നെയാണ് അമ്മാമ. എന്നിട്ട് അച്ചാച്ചന് ഇത് നമുക്ക് പണ്ടേ അറിയുന്ന. അപ്പൊ അച്ചാച്ചൻ പോയിട്ട് മുടക്കി കല്യാണം. എനിക്ക് കല്യാണം കഴിക്കണം എന്നെല്ലാം പറഞ്ഞ് കുഴപ്പമാക്കി. അങ്ങനെ അതെ ഭയങ്കര സംഭവല്ലേ അത്. എന്നിട്ട് ലവ് മാരേജ് ചുരുക്കത്തിൽ പറഞ്ഞ അങ്ങനെ അച്ചാച്ചനും അമ്മാമയും കല്യാണം കഴിച്ചു. എന്നിട്ട് അപ്പൊ അച്ഛനും അമ്മേനെ പെണ്ണാണാൻ വന്നിട്ട് ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞപ്പോ ഈ 2 കൊച്ചോപ്പയും ദാസോപ്പയും എല്ലാം വന്നിട്ട് പറഞ്ഞു പോലും ഓ അമ്മേനെ കിട്ടിയില്ലെങ്കിൽ മോളെ ഇട്ടിയാതി പറമ്പിലേക്ക് തന്നെ കല്യാണം കഴിച്ചല്ലാന്ന്. അത് ഭയങ്കര സുഹൃത്തം പോലെ പറഞ്ഞു പോലും. അത് അമ്മക്കപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പറയുന്നേ ഓ ഭയങ്കര കുട്ടിയാണ് എന്ന് പറഞ്ഞേ. അപ്പൊ അച്ഛൻ ഇപ്പുറം നിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഞാൻ എന്റെ മനസ്സിൽ അല്ല എന്റെ മനസ്സിലെ അച്ഛൻ എന്തോ പ്രതികരിക്കാത്തേനുണ്ടായി. ഞാനും അമ്മയും ചെമ്മീന്നുള്ളിക്കൊണ്ടിരിക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ബോധം വന്നേ. ഇവിടെ എന്റെ തറവാടല്ലേ ഈ പറഞ്ഞേ. എന്താണ് ഇട്ടിയാതി പറമ്പിൽ എന്താണ് കുറ്റം? നീ ഇപ്പം മറ്റേയാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമ്മേനെ മുമ്പ് പെണ്ണാണാൻ പറഞ്ഞ ആരോ മരിച്ചുപോയി പോലും ഇപ്പൊ. നീ ഇപ്പം മറ്റേയാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ വിധവയായി ഇരുന്നേനെ. അപ്പൊ അമ്മ എന്നാലും അമ്മ എന്താ പറഞ്ഞ അമ്മേ അത് നന്നായി അവര് രക്ഷപ്പെട്ടു. അല്ല വിധവയായി ഇരുന്നേന്ന് അത് നന്നായേനെ. അപ്പൊ അങ്ങനത്തെ തഗ്ഗുകളൊക്കെയാണ് കൈസ് ഇവിടെ നടക്കുന്നത്. അങ്ങനത്തെ തല്ലുകൊടുത്താന്ന് വരെ ഇവര്. അപ്പൊ എന്തായാലും നമ്മളിത് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കാറും അതിന്റെ മുമ്പിൽ ഒരു മയിൽ ബസ്സും ഉണ്ട്. നമ്മുടെ മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലപ്പേരാണ് മയിൽ കേട്ടാ. നമ്മുടെ മയിലല്ല പക്ഷെ എന്നാ മയിൽ എന്ന് പറയുന്ന അവിടെ നിന്ന് വരുന്ന ബസ്സാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാലൻ കിണർ ആണ് നമ്മളിപ്പോ എത്തിയ സ്ഥലം. ഇനി നമുക്ക് ദൂരങ്ങൾ താണ്ടാനുണ്ട് ഗൈസ്. ഇതാ മയിൽ ബസ് കണ്ട, ഇതാണ് മയിൽ. അതെ 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 അളിയ ലേറ്റ് ആയി വന്നിട്ട് അളിയനെ ഇമാര് പണി ചെയ്യണ അളിയ. വണ്ടിനെ തോപ്പിക്കുന്ന അളിയൻ. അളിയോ അളിയാ സമ്മതിക്കില്ല അല്ലേ. ഞാൻ വിചാരിക്കുന്ന തല്ല് പിടിച്ചങ്ങ് ഇട്ടാലോന്ന്. ഇവിടെ റോഡ് പണി നടക്കാനുണ്ട. ഈ റോഡ് പണി പാലം പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്തേക്കും മറ്റേ തിരുവനന്തപുരത്തേക്കെല്ലാം പോവാൻ ഇവിടെ കയറിയാൽ മതി. അതെ എറണാകുളത്ത് ബസ്. പക്ഷെ രക്ഷയില്ല, എല്ലായിടത്തും സ്പീഡ് ക്യാമറയാണ്. എത്ര റോഡായിട്ടും കാര്യമില്ല, 80 കിലോമീറ്റർ സ്പീഡൊക്കെ പോകാൻ പറ്റും. അപ്പൊ പിന്നെ കാര്യമില്ല.
മറ്റേ ഇതുവരെ എന്താണ് എന്താ പറയാണ്ടല്ല, തോക്കുകാരും വെടിവെക്കാൻ പാടില്ലെന്ന് പറയില്ലേ സിഐഡി മൂസയില്. തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത്. പിന്നെ എന്തിനാ എനിക്ക് തോക്ക് ദിലീപ് പറയുന്നില്ലേ? അത് പറയുന്ന പോലെ റോഡ് തരും പക്ഷെ ഓടിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാ ഗൈസ്. അപ്പൊ ഓക്കെ, നമുക്ക് എന്നാ പിന്നെ വഴിയായിട്ട് പോവാ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ യാത്ര ദേ ഇപ്പൊ നമ്മള് വടകരയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൊയിലാണ്ടിയോടെ എടുത്തു അല്ലേ അളിയാ? ഇപ്പൊ നമ്മള് നേരത്തെ മയ്യിൽ ബസ് ഉണ്ടായിട്ട് ഇപ്പൊ വടകര, കൊയിലാണ്ടി, തിക്കൊടി, പയ്യോളി ബസ്സിന്റെ പുറകിലുണ്ട് നമ്മളല്ലേ. ഹലോ ഗൈസ് എന്ന് പറഞ്ഞപ്പോ തന്നെ സന്ദേശം ഞെട്ടി തല താത്തി ഉറങ്ങുന്നു. ഉറങ്ങിയിരുന്നു, ഇപ്പൊ തല താത്തി. ഹലോ ഗൈസ് എന്ന് പറഞ്ഞ ഇങ്ങനെയാ. ഇപ്പൊ വടകര, ഇത് പയ്യോളി ബസ് സ്റ്റാൻഡ് അളിയാ അല്ലേ? പയ്യോളി ബസ് സ്റ്റാൻഡ്, വടകര ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പയ്യോളി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. പയ്യോളി ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലെത്തി. അല്ല പയ്യോളി ബസ് സ്റ്റാൻഡാണ്. വടകര ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ്, വടകരയെ കഴിഞ്ഞ് ഇത് പയ്യോളിയാണ്. പയ്യോളി ബസ് സ്റ്റാൻഡ് ബസ് കയറിയുണ്ടല്ലേ? വടകര പയ്യോളി ബസ്സാണ് വന്ന് സ്റ്റാൻഡിൽ കയറിയത്, പയ്യോളി സ്റ്റാൻഡിലേക്ക്. മയ്യിൽ ബസ്സിന്റെ പുറകെ നിന്നാണ് നമ്മൾ നിർത്തിയത് അല്ലേ? വടകര ബസ്സിന്റെ എത്തിപ്പോ. അതെ, അങ്ങനെ അത് പയ്യോളിയാണല്ലേ? പണ്ടപ്പോഴും കേട്ട പോലെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഈ റൂട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലുള്ള ഇതുപോലത്തെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ മനസ്സമാധാനം തരില്ല നമുക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകേന്ന് തുടങ്ങിയിട്ട് ഓണടിച്ചിട്ട് ഈ സൈഡിലേക്ക് കയറി വരും, തോന്നിയോടത്ത് ചവിട്ടും, ഒരു മനസ്സമാനമില്ല. എങ്ങനെയാണ് ഇവർ പോണേന്ന് ഇപ്പൊ തന്നെ കാണട്ടെ. അതെ ഇപ്പൊ പോവേ. അപ്പൊ പറയും, നമ്മൾ പറയും ഒരറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ എന്ന് പറയും ബസ്. പക്ഷെ ഇതാണ് അവസ്ഥ. ഇതിപ്പോ നമ്മള് കണ്ട അപ്പുറം ലോറി വരണുണ്ട്. ഒരു രക്ഷ ബസ്സുകാരുടെ കാര്യം എല്ലാവർക്കും അറിയാലേ. എവിടെ പോണേ നോക്കി, ഒരു തരത്തിലും സമ്മതിക്കൂല. നമ്മള് ഓണടിച്ച് കേറിപ്പോയിക്കോട്ടെ, അവർക്ക് സമയമുണ്ട്, കേറി പോണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളെ വണ്ടിയിൽ എവിടെയും കൊണ്ട് ഇടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ചാർജ് തരും. അതുപോലെ നമുക്കൊന്നൊരു സൈഡാക്കാനുള്ള ആംബുലൻസ് പോലും ഇങ്ങനെ പോകൂല സത്യം പറഞ്ഞാൽ. ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറക്കണ്ട സനതേ. ഞങ്ങളങ്ങനെ എന്റെ ബാധ ഞാനങ്ങനെ വല്ല കാലത്ത് പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മളിന്ന് പ്യൂർ വെജ് കഴിക്കാൻ വിചാരിച്ചല്ലേ? പ്യൂർ വെജ് പൈസ ലാഭിക്കുന്ന ഇവിടെ പൈസ കൂടുതലാണ്. പൊടി അവിടെ നിന്ന് വെജിനാണ് പൈസ ജാസ്തി. ഉറക്കൊക്കെ സുഖമായിരുന്നോ? പിണക്കങ്ങൾക്കൊടുവിൽ ഇവർ ഭാര്യയും ഭർത്താവ് ഒന്നിക്കുകയാണ്. വട കഴിച്ച് ഒന്നിക്കുകയാണ്. ഞങ്ങളങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി കയറി. കളിയൻ വടയും അല്ലേ? അതെ, നാളെ അപ്പൊ എന്തായാലും നമ്മള് വട, ഞങ്ങള് 3 വട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവര് മസാല ദോശ, അവിടെ ചോടച്ചോ ഇവര് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. നിനക്ക് വട ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ നമ്മള് ചൂടാറിനൊക്കെ വട കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, നെയ് റോസ്റ്റ് പറഞ്ഞത് ഇന്ദ്രുവാണ്. നെയ് റോസ്റ്റിന്റെ വലിപ്പം നോക്കി ഇന്ദ്രുവിനെക്കാട്ടി വലിയ നെയ് റോസ്റ്റ്. ഇത് ഇന്നങ്ങാനും തിന്നത് തീർന്നിട്ട് എറണാകുളത്ത് എത്തുവാ. അമ്മ എനിക്ക് അറിയില്ല അറിയില്ല ഇത് ഇന്ദ്രു എപ്പ തിന്ന് തീർക്കുമെന്ന് അറിയില്ല. അതിന് ഞാന് മസാല ദോശക്കാ പറഞ്ഞ റോസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇന്ദ്രു വേദന്നേ പിടിച്ചോ. ഒരറ്റത്തുനിന്ന് പിടിച്ച് ഒരറ്റത്തുനിന്ന് അച്ഛൻ സഹായിക്കും. ഒരറ്റത്തുനിന്ന് അച്ഛൻ സഹായിക്കും. കണ്ടേ സന്തോഷം. ഓ ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. അല്ല, ഇവരെ കാണാൻ പറ്റിയിട്ട് നമുക്ക് സന്തോഷം പറയാം. മുതലേ കാണുന്നുണ്ട്. അതെ അതെ. എവിടെ എല്ലാവരും? നിങ്ങളെവിടെ സ്ഥലം എവിടെ? ഓ, നമ്മുടെ നാട്ടുകാരല്ലേ? കണ്ണൂരുള്ള നമ്മളിവിടെ കൊയിലാണ്ടി വന്നിട്ടാ കണ്ടല്ലേ? അപ്പൊ ശരി. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ഗുരുവായൂർ എത്തി അല്ലെ? നികിക്ക് പ്രിയപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാല് നമ്മുടെ കണ്ണന്റെ മണ്ണ് അല്ലേ? ഗുരുവായൂർ. അപ്പൊ ഇവിടെ ഗുരുവായൂർ റൗണ്ട് ഔട്ടാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ. എന്താണ് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ തള്ളി പിടിക്കുന്ന? ഞാനെന്താ പറയുന്നറിയോ? നിങ്ങൾ പറഞ്ഞ തെറ്റാ. കണ്ണൻ എന്ന് പറഞ്ഞത് കണ്ണനല്ല പോലെ ഗുരുവായൂർ. കൃഷ്ണ മറ്റേ ശ്രീകൃഷ്ണൻ, വിഷ്ണുവാണ്, മഹാവിഷ്ണു. ആരായാലും കുഴപ്പമില്ല, എന്താവട്ടെ. ആരായാലും നമുക്ക് എല്ലാവരും ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എന്ന് പറയും. നമുക്ക് ഇത് മനസ്സിലാവണല്ലോ. നേരെ പോട്ടെ, നമ്മളെ സ്ഥലം തന്നെ പോ. നമ്മുടെ മറ്റേ റൂട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല.
ആ തിരിഞ്ഞു വന്നോണ്ടേ ഞാൻ അവിടെ അങ്ങോട്ട് കട്ടിങ് ഇല്ല അയാൾ തിരിച്ചു പോയിണു രണ്ട് പേട്ടകളുണ്ട് അതിനെ പിടിച്ചോ എന്തൊന്നും കൂടി ബാക്കിൽ രണ്ട് പേട്ടകളുണ്ട് ഫ്രണ്ടിൽ 2 പേട്ടകളുണ്ട് ഫ്രണ്ടിൽ ഒരു ഉപകാരം ഇല്ലാത്ത 2 പേട്ടകളുണ്ട് കേട്ടാ. നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂര് ഏതാടെ വെച്ചത്? കൊടുങ്ങല്ലൂർ തെക്കേ നട. തെക്കേ നട കാണിക്കളിയാ. അളിയൻ എന്തെന്നാ അളിയന് തെക്കേ നട ഒന്നും കാണിക്കാറില്ലേ? ഇതാണ് കൊടുങ്ങല്ലൂർ തെക്കേ നട. അളിയൻ എന്നെ കാണിക്കുന്നത് എന്തളിയാ? നമ്മുടെ അരവിന്ദ് ടെക്സ്റ്റൈൽസ്. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുങ്ങല്ലൂർ വഴി കൈതാരത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. കൈതാരം കാളീശ്വരി തിയേറ്റർ അല്ലേ? ആ ഇത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ പണ്ട് സിനിമക്ക് വന്നിരുന്ന തിയേറ്റർ അല്ലേ? എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടോ? എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? എനിക്കറിയില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ കൊടുങ്ങല്ലൂരാണ് കാണിച്ചത്. അതെല്ലാം കഴിഞ്ഞ് നേരെ വന്നത് നമ്മൾ പറഞ്ഞ വരനെ കാണാനല്ലേ, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പൊ അതെ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിനെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചേച്ചി ഇത് എന്റെ ചേച്ചിറ മോൻ, എന്റെ മരുമോന്റെ നിശ്ചയമാണ്. എല്ലാവരും വീഡിയോയിൽ ചോദിക്കലുണ്ട് സതീഷിന്റെ അച്ഛന്റെ ആൾക്കാർ എന്തേ അധികം കണ്ടിട്ടില്ല, കാണിക്കലുണ്ട്. ചേച്ചീനെല്ലാം ഇപ്പൊ എല്ലാവർക്കും അറിയാം വീഡിയോയില്. അല്ലേ? അടുത്തുള്ളത് നികിടെ ആൾക്കാരാണ്. വേറൊരു കാര്യം കേട്ടാ, ചേട്ടക്കില്ലേ കല്യാണം കഴിക്കാനായ വലിയ മരുമോനുണ്ട്. മനസ്സിലാക്കണം ചേട്ടൻ ആളെ ആരാണെന്ന്. ഞാനും മരുമോനും പണ്ട് ഒരുമിച്ചാണ് കളിച്ചിരുന്നത്. അമ്മാവനാണ് അളിയോ. ഇതാണ് അളിയൻ. ഇതാണ് എന്റെ സത്യം പറഞ്ഞ എന്റെ ആദ്യത്തെ അളിയൻ എന്ന് പറയുന്നത്. ഞാൻ അളിയൻ എന്ന് പറഞ്ഞിട്ട് എന്റെ അളിയൻ എന്ന് പറയുന്നത് ഇതാണ് അളിയൻ. അപ്പൊ അളിയൻ കടിഞ്ഞൂൽ അളിയൻ അപ്പൊ എന്തായാലും ഓട്ടത്തിലാണ്. അപ്പൊ നടക്കട്ടെ നാട്. ഇവിടെ എല്ലാരും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വല്യമ്മ, ഞങ്ങളുടെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ, എന്റെ വല്യമ്മയാണിത്. വല്യച്ഛനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു. വല്യച്ഛൻ ഇപ്പൊ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 2 വർഷത്തോളായി. അതെ. അപ്പൊ ഇതെന്റെ രണ്ടാമത്തെ ചേച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇരട്ടകളാണ്. ഇരട്ടകൾ എന്നാണ് ഞങ്ങൾ പറയാറ്. ഇതാണ് ഏറ്റവും നടുക്കത്തെ പെരട്ട. പിന്നെ ഇരട്ടകളില് അതിന് ശേഷം ഒരു പെരട്ടുണ്ട്. ആ പെരട്ടിനെ ഞാൻ പിന്നെ കാണിച്ചു തരാം അല്ലേ? ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ശ്രീദേവി ചേച്ചി. ഇനി ജയശ്രീ ചേച്ചിയോട് വരാനുണ്ട്, അതിനെ ഞാൻ കാണിച്ചു തരാം. ഇത് മൂത്തത്. ഇവര് 3 പെൺമക്കളാണ്. ഇതാണ് മൂത്ത ആള്. ഞങ്ങൾ മുമ്പ് പറയും മുതുക്കി എന്ന് പറയും. അപ്പൊ പിന്നെ ഇത് ഇവര് ഇരട്ടകളാണ്. അപ്പൊ ഇവിടെ കണ്ട ഫുഡ് കഴിക്കലായി. എന്തൊക്കെയുണ്ട്? മീൻ കറി, പയറ്, എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ ചേച്ചി? ഒരാങ്ങളല്ലേ ഉള്ളൂ, അതാ സജ്ജമോൻ. അപ്പൊ അതാണ് ഒരാങ്ങളെ നാത്തൂനിതാ. അപ്പൊ എല്ലാരും കൂടി പീഡിപ്പിക്കുന്നു. അപ്പൊ ഇനി വേറെ ആൾ കാണിച്ചു തരാം. കല്യാണ ചെക്കനെ കാണിച്ചു തരാം. ഇതാണ് വരൻ. ഞങ്ങളുടെ ഇതിനകത്തെ ഹീറോ എന്ന് പറഞ്ഞത് വരനാണ് ഈ കാണുന്നത്. അരുൺ. ഇവന്റെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഹീറോ. ഇവർക്കെല്ലാം വിളമ്പി കൊടുക്കുന്നു. ഇവനാണ് ഇപ്പൊ നാളെ നിശ്ചയം നടക്കാൻ പോകുന്ന ചെക്കൻ. നാൺ വന്നു അവന്. അപ്പൊ എന്തായാലും നമ്മൾ ചോറ് കഴിക്കട്ടെ ഗൈസ്. അപ്പൊ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ വഴിയാണ് കാണാം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എന്തോ കഴിക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് വഴിയെ കാണാം. ഇനി ഒരുപാട് പേരെ പരിചയപ്പെടുത്താനുണ്ട്. അതെ. ഓക്കെ. നമ്മളെ ഇങ്ങനെ ഇപ്പൊ കല്യാണത്തെ നമ്മൾ ശരിക്കും പറഞ്ഞ പെണ്ണ് കണ്ടിട്ടില്ലല്ലോ. ഇവരിപ്പോ നിശ്ചയം നാളെ നടത്താൻ പോണ്ട്. നമുക്ക് പെണ്ണ് കാണണം. അപ്പൊ നമ്മൾ പെണ്ണ് കാണലൊന്ന് ഇതാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അമ്മാവൻ കണ്ടിട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും. പിന്നെ വേറൊരു ചടങ്ങുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നാളെ നിശ്ചയം നടക്കുമ്പോ അമ്മാവന്റെ കാല് പിടിച്ചിട്ട് ഒരു ചടങ്ങുണ്ട്. അപ്പൊ അമ്മാവന്റെ കാല് പിടിക്കുക. പണ്ടൊക്കെ 1001 രൂപയാണ് ദക്ഷിണ. ഇപ്പൊ 5001 അതും വെക്കുക. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എന്താ വെച്ചാൽ അത്. പിന്നെ അങ്ങനെയൊക്കെ ചടങ്ങ്. അപ്പൊ അതൊക്കെ രാവിലെ കരുതിയിട്ടില്ലേ? എല്ലാം കരുതണം കേട്ടോ. കല്യാണം നടത്താൻ വന്നതാണോ അതോ കല്യാണം വന്നതാണോ? അവന്റെ അച്ഛൻ അറിയിലൊക്കെ ഇരിക്കുന്നതൊന്നും ചെറിയ ഉള്ളിയൊന്നല്ലാതെ കൊന്നെടുക്കും. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിലേക്കുണ്ടല്ല കൊന്നെടുക്കലാണ് ചേച്ചിക്ക് ഭയങ്കര തീറ്റ കാർത്തിയാണ്. സൈസ് ഒരു സാധനം കൊണ്ടുപോയി വല്യമ്മ വെച്ചാലുണ്ടല്ലോ
നമുക്ക് കിട്ടൂല. ഈ 2 ചേച്ചിമാരുണ്ട് ഇരട്ടകള്. ഇത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തല്ലാണ്. ആ സൈൻ ചേച്ചിക്ക് കോഴിമുട്ട, അതുപോലെ തന്നെ വല്യമ്മ ഉണ്ടല്ലോ മറ്റേ സ്രാവെല്ലാം ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ വറക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എന്തെല്ലാം കിട്ടണ മുമ്പിൽ ഇതില്ല ആർത്തിയാണ് ഇനി. എന്നിട്ട് ഇതിങ്ങനെ തിന്നും. എന്നിട്ട് നമ്മളവസാനം തല്ലിവിടും. എന്നിട്ട് വലിയ മാസം പറയണോ എടി മതിയടി സജിനി ആ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് അംഗം വെട്ടുമ്പോഴാണ് നമുക്ക് കിട്ടണത്. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടല് സത്യം പറഞ്ഞ. എന്നിട്ട് ജയശ്രീ ചേച്ചി ശ്രീദേവി ചേച്ചി മല്ലിട്ട് ഞങ്ങൾ തല്ല് പിടിച്ചൊക്കെ ഇതിനോട് തിന്നാൻ വാങ്ങി തിന്നണം. നേന്ത്രപ്പഴം ഒന്നും കിട്ടൂല, എല്ലാം ഉണ്ട്. വല്യമ്മ പക്ഷെ വേറെ തരണം. വല്യമ്മ മാറ്റി നമുക്കായിട്ട് തരും. വല്യമ്മ അംഗം പിടിച്ചിട്ടായെങ്കിലും വല്യമ്മ സംഭവം ഒപ്പിച്ച് തരും എന്തെങ്കിലും ആയിട്ട്. ഞാനിങ്ങനെ ചെല്ലുണ്ട്. ഞാൻ കരഞ്ഞിട്ടാ പോവുക. ഇനി ഒരിക്കലും നിങ്ങളുടെ തിരുത്തൂർക്ക് വരുള്ളൂ. കരഞ്ഞിട്ട് പോകും ഞാൻ എല്ലാ ദിവസവും. ഇനി ഒരിക്കൽ ഇത്രയൊക്കെ ഞാൻ ഇന്ദ്രുവിന്റെ ഒക്കെ ദുർഗയുടെയൊക്കെ ഇന്ദ്രുവിന്റെ അത്രയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ പറയും ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല, തിരുത്തൂർക്ക് വരില്ല എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് പോകും. ഇവർ തല്ലല്ലേ അടിയല്ലേ ഇവര്. അതിനിടക്ക് കിടന്ന് ഞാൻ ആകെ ചാവും. എന്നിട്ട് ഞാൻ അവിടെ പോയി പിന്നെ തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം ഇവരുടെ വീട്ടിൽ പോയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ആ സമയത്ത് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു കേസ്. ഇവരുടെ ഇടയിലായിരുന്നു. അത് മാത്രമോ ഒരിക്കൽ വേറെ കാര്യം പറഞ്ഞുതരാം. അതുണ്ടായ സംഭവമാണ്. ഇവർ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഇല്ലെന്ന് പറയുന്നല്ല. ഇവരുണ്ടല്ല ഞാൻ 1-ലാ 2-ലാറ്റ പഠിക്കുമ്പില്ലേ ഈ 2 ഉണ്ട്. വേറെ ഒരെണ്ണം ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരെ കൂടിയാണ് എന്നെ വിടണത്. ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇവരെ കൈയും പിടിച്ചാൽ വരണത്. അപ്പം എന്നോട് ഇവരൊക്കെ പറയും മോൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരണേ എന്നൊക്കെ പറയും. അപ്പം വെള്ളയും നീലയാണ് അന്ന് ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സില്ലേ വെള്ളയും സംഭവമില്ലേ. അങ്ങോട്ട് കൊണ്ടോ ഇവരില്ലേ ഇവരെന്താക്കുന്നറിയാ തിരിച്ചു വരുമ്പോ എന്നോട് പറയാ. എനിക്ക് ഇപ്പോഴും ഞാൻ നല്ല ഓർമ്മയുണ്ട്. തിരിച്ചു വരുമ്പോ പറയാം എടാ നീ ഞങ്ങളുടെ കൂടെ കിടക്കണ്ടേ. ഇവര് പറയും ദുഷ്ടത്തികള് നീ നമ്മുടെ കൂടെ കിടക്കണ്ടേ നീ കാരണം എന്താ പറയാ ഞാൻ ഈ ചാരത്തിലൊക്കെ കളിച്ചിട്ട് നീ വെള്ളം മറ്റേ വെട്ടി മനസ്സിലുണ്ടല്ലോ. എന്നിട്ട് ഇവരെന്താ പറയാ നീ മാറി ഇടന്നോന്ന് പറയാം. ഇവര് കുറച്ച് ഇവരുടെ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ. ചത്തു പോകണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാവൂലായിരുന്നു. എന്നിട്ട് ഇവരെന്താക്കുന്ന അറിയാമോ ഇവരുണ്ടല്ല എന്നാ. എന്നിട്ട് ഈ മറ്റേ ഞാനന്നിങ്ങനെ വരുന്ന സമയത്ത് ഈ ചാരത്തിലൊക്കെ മുങ്ങി വരുമ്പോ ഇവര് പറയും നീ മാറി ഇടന്നോന്ന് പറയും. ഞാൻ എന്നിട്ട് എന്താ അറിയാം എന്നിട്ട് എന്നാലും അനിയനല്ലേ. എന്നിട്ട് എന്താ അറിയാമോ അവസാനം പറയിപ്പിക്കൂല അത്. എന്നിട്ടുണ്ടല്ല അവസാനം ഇവരുണ്ടല്ല എന്നെ അവിടെ നിർത്തിക്കൊണ്ട് ഇവരൊരു പോക്ക് പോകും കടയിലേക്ക്. ഒരു വിനയപ്പൻ ചേട്ടൻ്റെ കടയുണ്ട്. അവിടെ പോയിട്ട് ഇവർക്ക് മറ്റേ മുടിയും ഇടണതും സാധനങ്ങളൊക്കെ വാങ്ങണം. ഇവർ പെണ്ണുങ്ങൾ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ കൂട്ടുമ്പോൾ ഞാൻ മുഷിഞ്ഞ് കിടക്കാനല്ലോ അവിടെ കൂടും. എന്നിട്ട് എന്നെ അവിടെ നിർത്തിക്കൊണ്ട് പോകും. ഞാൻ കുറേ നേരം നിന്ന് കാണാണ്ടാവും. ഇവരവസാനം ഞാനിട്ടുണ്ടല്ലോ പിന്നെ എന്നിട്ടില്ല കാണാണ്ടായിട്ട് ഞാൻ എന്നെ ബേക്കറി പഠിക്കാൻ നിർത്തും. കൊച്ചുങ്ങളെയും കഷ്ടവും മനുഷ്യ കൊച്ചാന്ന് പറയൂല. എന്നിട്ടെന്നാ അറിയാമോ ഇവര് എന്നെ സ്ഥിരമാണ് ഇവർക്ക് ബേക്കറി പഠിക്കാൻ നിർത്തും. ബേക്കറി പഠിക്കാൻ എന്നെ നിർത്തിയിട്ട് പറയും നീ ഇവിടെ തന്നെ നീ വരണ്ട കടയിലേക്ക് എന്ന് പറയും. ഞാൻ എന്നിട്ട് ബേക്കറി പറയിപ്പിക്കൂല. ബേക്കറി പഠിക്കാൻ നിന്നിട്ടുണ്ടല്ല ഞാൻ നട്ടം തിരിഞ്ഞു കഴിയുമ്പില്ലേ ഞാൻ എന്താക്കും ഇവരുടെ അടുത്തേക്ക് മേലെ നടക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ബേക്കറി പഠിക്കുന്ന ഇവരുടെ അടുത്തേക്ക് നടക്കുമ്പോ ഉണ്ടല്ലോ എന്റെ മേത്ത് സൈക്കിൾ കയറിയെന്ന്. സൈക്കിള് വന്ന് ഇടിച്ച് എന്റെ മേത്ത് ഞാൻ ചാടി ഇപ്പുറം പോയി സൈക്കിൾ. എന്നിട്ട് ഒന്നും പറ്റില്ലേ ചത്തുവാൻ എന്റെ പയ്യാണ്ടല്ല. എന്നിട്ട് ആകെ കൂടെ ഒരാങ്ങളുള്ളതാണ് നിർത്തി. എന്നിട്ട് അവസാനടി എന്നിട്ട് ഞാൻ ആശുപത്രിയിലായി ചോദിച്ചു നോക്കില്ലേ ആശുപത്രിയിലായില്ലേ ആശുപത്രിയിലായി തിരുത്തിപ്പുറം ഓർമ്മയില്ലേ തിരുത്തിപ്പുറം ആശുപത്രിയിൽ പോയി. എന്നിട്ട് ആശുപത്രിയിലായി കഴിച്ച് ഞാൻ ഇവര് കാരണം ഇവരെ കൊണ്ടുപോകാണ്ട് ഞാൻ രണ്ടിപ്പടി എന്താ സംഭവം എന്റെ ഡ്രസ്സ് മുഷിഞ്ഞിട്ട് അന്നാണ്ടല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ അടിക്കാൻ പോയാലൊന്നും ഓടൂല. ഇതൊന്നും അങ്ങനെ ഓടൂല. അനങ്ങാണ്ട് വെക്കും. രക്ഷയില്ല. എന്തടിക്കാൻ പോയിട്ടും കാര്യമില്ല. അങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആക്കിയൊന്നുമില്ല. കണ്ടാ അതാണ് അച്ഛാമ്മനെ പെട്ടെന്ന് അപ്പൊ അങ്ങനെ നമ്മളുടെ
അവളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മതിയാക്കിയതാണ് ഇവളൊക്കെ. അവളൊക്കെ അവള് ഭയങ്കര ഇവളെ എന്ത് കളിച്ചാലും ഇവള് അവസാനം അച്ഛന്റെ മുന്നിൽ ചെന്ന് ഫുള്ളായിട്ട് ക്രിക്കറ്റ് കളിച്ചാലും അതല്ല ചേച്ചി, ക്രിക്കറ്റ് കളിച്ചാലും ബാറ്റ് വെക്കണം, ബോള് ചെയ്യൂല. ആ അങ്ങനത്തെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. നാണം കരുതല്ലേ. എന്താണ് മക്കളെ അടുക്കളയിൽ പരിപാടി? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാകട്ടെ നിങ്ങളെ. ഇതുവരെ കാണാത്ത ഇവളെ കണ്ടിട്ടില്ല, പ്രജി. ഇത് പ്രജിഷ. ഇത് പണ്ടേ നമ്മുടെ സുഹൃത്താണല്ലേ. പിന്നെ അതെ സന്തര ഭയങ്കര കാണുമ്പോ ചങ്ക്. അപ്പൊ ഇവിടെ ഇവര് കാര്യമായ പരിപാടികളിലാണ്. എന്തോ തേങ്ങ ചിരണ്ടുന്നു. ഇവിടെ അമ്മയൊക്കെ എന്തൊക്കെയോ പണികളിലാണ് അല്ലെ. നീ പണിയൊന്നും എടുക്കുന്നില്ലേടി? എന്ത് പണിയൊന്നും എടുത്തില്ല. ഇത് ആരോ ചിരണ്ടി വെച്ച തേങ്ങയാണ്. ഇപ്പൊ ചേച്ചി തേങ്ങ ഇരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് അങ്ങനെയല്ല, സന്ദേശ് തേങ്ങ ഇരണ്ടെന്ന് ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേന്ന് സന്ദേശിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാന്ന് സന്ധ്യക്ക് പറഞ്ഞു. അമ്മ എന്താ ചെയ്യുന്നേ? ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കണ്ടെങ്കിൽ അത് അമ്മ മാത്രമേ. ഞാൻ ഇവിടെ കയറി വന്നത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണ്ടെങ്കിൽ അത് ചേച്ചി മാത്രമേ ഉള്ളൂ. കട്ടൻ ചായ വെച്ച് ഗൈസ്. അതെ. ഇത് നമ്മുടെ സൈൻ ചേച്ചിന്റെ സ്പെഷ്യൽ അവല് നനച്ചതാണ് പോലെ. വലിയൊരു ശർക്കര ഉണ്ട അങ്ങനെ അരിഞ്ഞിരുന്നുണ്ട്. ചേച്ചി എന്താ ഇതിന്റെ പ്രത്യേകത റെസിപ്പി? ഇത് സാധാരണ അവല് നമ്മുടെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന അവല് തന്നെ. പക്ഷെ ഈ ശർക്കര ഉണ്ടാ അത് അരിഞ്ഞിടുന്നതിലാണ് പ്രത്യേകത ഉള്ളത്. പിന്നെ ചേച്ചി ആക്കുന്നുണ്ട് എന്നെ കൊല്ലുന്നു. പിന്നെ ഞാൻ ഇവളെ പരിചയപ്പെടുത്തില്ല. ഇതാണ് നിഷ. ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു ഇതും നേരത്തെ പറഞ്ഞ പ്രജിനെ കൊണ്ട് പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബന്ധം പറയുകയാണെങ്കിൽ അമ്മേന്റെ അമ്മാവന്റെ മോളാണ്. പക്ഷെ ഞങ്ങള് ഒരേ പ്രായക്കാരായതുകൊണ്ട് നമ്മൾ പണ്ട് ഫ്രണ്ട്സാണ്. ചേച്ചിയുടെ വീട്ടിൽ പണ്ട് വരുമ്പോ നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള്. പിന്നെ ഇങ്ങനെ ഒരു ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എല്ലാരും തമ്മിൽ കണ്ടുമുട്ടുക. അല്ലാത്തപ്പോ എല്ലാരും ഇങ്ങനെ അവരവരുടെ തിരക്കുകളിലല്ലേ. പിന്നെ ആവശ്യങ്ങൾ വരുമ്പോ ഇങ്ങനെ കാണും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ അവലിന് വേണ്ടി അടിപിടിയാണ് ഗൈസ്. അടിപിടിയാണ് മൊത്തം. ഒരു കൂട്ടം കണ്ട അവിടെ മറ്റേ കാക്കറാഞ്ചുന്ന പോലെ അവലിന് വേണ്ടി അടികൂടിയാണ് എല്ലാരും കൂടി. ചേട്ടാ മതി. അതല്ല അവല് ഇപ്പൊ തന്നെ ഈ അവല് തീർന്ന് എന്നിട്ട് പറയണേ ഇതിനകത്ത് മറ്റേ കപ്പലണ്ടിയും മറ്റേ മുന്തിരിങ്ങ ഇടണം പോലും. അപ്പൊ കമ്പനിക്ക് നഷ്ടാവും. ഇത് തന്നെ തീർന്നു. ഇനി ഇതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടുമോ? ഇവിടെ നിൽക്കുവോ? അടുത്ത് വരെ കീഴ് സാധനം കാണാനുണ്ടാവില്ല ഇവിടെ. നമ്മളേ അവിടെ നിന്ന് ചായയും കുടിച്ചിരിക്കുന്ന നമ്മള് പെട്ടെന്ന് എന്താ ഈ പുഴക്കരക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. നല്ല അടിപൊളി ഒരു പുഴയും എന്താ പറയാ അതില് കൊറേ ഒരു ഇതും. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ വന്നത് നമ്മ എന്തായാലും ഒറ്റക്ക് വരൂല. അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്ത് ഒരു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. വിഷ്ണു കഴിഞ്ഞ മുമ്പ് പാലക്കാട് നമ്മള് അതെ നമ്മൾ ഒരു വർഷം മുമ്പ് പാലക്കാട് പോയതും പിന്നെ അവിടെ ഒരു രാത്രി ഒരു വീട്ടില് നമ്മളെ ഒരു പ്രേതം പോലത്തെ ഒരു വീട്ടില് പോയി നിന്നതും. അപ്പൊ അതൊക്കെ ആയിട്ട് വിഷ്ണുവാണ് നമ്മള് അവിടെ അന്നേരത്ത് നമ്മളോടൊപ്പം ഉണ്ടായത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വിഷ്ണു അടുത്താണ്. ഇവിടെ നമ്മുടെ പറഞ്ഞ കൈതാരത്ത് ചേച്ചിയുടെ വീടും വിഷ്ണുവിൻ്റെ ഒക്കെ ഷോപ്പും വീടൊക്കെ ആയിട്ട് അടുത്താണ്. നമ്മൾ വന്നപ്പോൾ ഒരു വർഷമായി കണ്ടിട്ട് അന്ന് കണ്ടതാണ്. അതിന് ശേഷം വിളിക്കലൊക്കെ ഉണ്ട് എപ്പോഴും. ഇപ്പോഴാണ് വീണ്ടും കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കായലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും അല്ലേ. അതാണ് പരിപാടി. പിന്നെ ഷോപ്പിലും പോകുന്നുണ്ട് ഡ്രസ്സിന്റെ അല്ലേ. എന്നാ പിന്നെ നമുക്ക് മെല്ലെ അങ്ങോട്ട് പോയാലോ. ഇവരിവിടെ കുറെ ടീം എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഇവിടെ ആക്കിയിട്ട് അതെല്ലാം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. ഇത് എന്തൊക്കെയാ വിഷ്ണു? പേട കേസരി അല്ലേ. കേസരി ഇതെന്താ പക്കോട അല്ലേ. ഈ പേടടക്കം ഇവിടെ വിഷ്ണുവിന്റെ വൈഫ് ആക്കിയതാണ്. ഞങ്ങളെ അടുത്തതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്.
നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണെങ്കിലും പക്ഷെ ചേച്ചി പാലക്കാട് കാര്യമാണ്. അപ്പൊ ചേച്ചിന്റെ പാലക്കാട് സ്പെഷ്യൽ കുമ്പളങ്ങയും ചിക്കനും ചിക്കൻ റെസിപ്പിയാണത്. ഈ റെസിപ്പി ഞങ്ങള് ചോദിച്ചിട്ട് വീഡിയോയില് വരും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല പത്തിരി ഉണ്ട്, കുമ്പളങ്ങയും ചിക്കൻ. ഇത്രയും കോരിട്ടെ ഞാൻ കഴിക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അളിയൻ ടേസ്റ്റ് നോക്കളിയാ? അളിയൻ പറയട്ടെ എന്താണ്. അളിയൻ കറക്റ്റ് പറയും. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അളിയനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കാനില്ല. അപ്പൊ സക്സസ് ആണെന്ന് പറഞ്ഞത് വിഷ്ണു. പൊളിക്കാം. റെസിപ്പി വേണോ? അപ്പൊ നമ്മളെന്തായാലും അവിടെ നിന്ന് വീണ്ടും ചേച്ചിയുടെ അടുത്തേക്ക് എത്തി അല്ലേ? എന്താണ് കൊച്ചുകളി? അവല് തീർന്ന അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരവതാരം കൂടി ഉണ്ട് എന്ന്. എന്നെ മറ്റേ സൈക്കിൾ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയല്ല. രണ്ടാമത്തെ ആളെ കാണിച്ചാല. ഇരട്ടകളിൽ ഒരു പരട്ട. ഇതാണ് സംഭവം. ഇതാണ് ഇതിന്റെ ഇതുമാണ്. അല്ല ഞാൻ പറയട്ടെ, സൈക്കിളുമേന്നല്ല ചവിട്ടിയതല്ല. നിങ്ങൾ എന്നെ അവിടെ നിർത്തിക്കൊണ്ടുപോയിട്ട് വണ്ടി കയറിയില്ലേ മേഴ്സ് സൈക്കിള് വിനയപ്പൻ ചേട്ടൻ്റെ ഇടയിൽ. ഇനി ഓർമ്മയും പോട്ടെ. ഇതെന്തല്ലോ പറയുന്നു ഇപ്പൊ. അപ്പൊ ഇതാണ് എന്റെ ഒരു ചേച്ചി, ജയശ്രീ ചേച്ചി. അപ്പൊ ഇതെന്റെ 3 ചേച്ചിമാരില് സൈനി ചേച്ചി, 2 ഇരട്ടകള്. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട് മൂത്തത്, അത് രാധാമണി ചേച്ചിയാണ്. അപ്പൊ അതിനെ നമുക്ക് പിന്നെ കാണിക്കാം, മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ 3 ചേച്ചിമാര്. അതില് ഇത് നടുക്കത്തെ അല്ല ഇത് ഏറ്റവും ഇതാ ഇതല്ലേ ഏറ്റവും ഇതല്ലേ പറഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞ ഗൈസ്. അപ്പം നാളെയാണ് നിശ്ചയം. അപ്പം നിശ്ചയത്തിൻ്റെ വിശേഷങ്ങളും ചെക്കനും പെണ്ണിനെയൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഇതിപ്പോൾ തന്നെ നല്ല ലെങ്തായി. ഇന്നത്തെ വീഡിയോ തന്നെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് തന്നെ നല്ല ടൈം ആയതുകൊണ്ട് നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ തൊട്ട് നിശ്ചയത്തിൻ്റെ ഫുൾ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിലുണ്ടാവും. നാളത്തെ വീഡിയോ ആരും മിസ്സാക്കണ്ട. രാവിലെ 11 മണിക്കാണ് കേട്ടോ.